അത് സ്വലാത്ത് ഹൽക്കയായും തനിച്ചും സൗകര്യം പോലെ സ്വലാത്തിൽ. പക്ഷെ ഈ സ്വലാത്തിൽ അല്ലാഹു ക്ഷണിച്ചിരിക്കുന്നത് എല്ലാരെയും ക്ഷണിച്ചിട്ടില്ല. അയ്യുവന്നാസിനെ ക്ഷണിച്ചിട്ടില്ല. അല്ലദീന ആമനു, ഈമാനുള്ളവരെ എന്ന് വിളിച്ചാണ് ക്ഷണിച്ചത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാവുന്നത് അല്ലാഹു നമ്മളെ ബോധ്യപ്പെടുത്തി ഈമാനുള്ളവർ സ്വലാത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവർ സ്നേഹം പ്രകടിപ്പിക്കും എന്ന് നമുക്ക് മനസ്സിലായി. ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൈഹി, അല്ലാഹും അല്ലാഹുവിന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് പറയുന്നുണ്ട്. മുഅ്മിനീങ്ങളെ നിങ്ങളും പറഞ്ഞുകൊള്ളി സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അങ്ങനെ സ്വലാത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സ്വലാത്താണ്. ഇനി ഈമാനികമായിരിക്കുന്ന ആവേശം, ഇസ്ലാമികമായിരിക്കുന്ന മുന്നേറ്റം, അതിനും ശക്തി പകരുന്നത് സ്വലാത്താണ്. ഈമാനികവും ഇസ്ലാമികവുമായ കാര്യങ്ങൾക്ക് ശക്തി പകരണമെങ്കിൽ ആ മഹബത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അല്ലാഹുവിലേക്കും റസൂലിലേക്കുള്ള മഹബത്ത് നമുക്കുണ്ടാകണം. ആ മഹബത്ത് ഉണ്ടാകണമെങ്കിൽ അരിച്ചു പിറക്കി 2-3 സ്വലാത്ത് ചൊല്ലി ക്ഷീണിക്കാനല്ല ഈ പറയുന്നത്. ആയിരക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിനെ നേടിയെടുക്കണം. ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കലും നബി തങ്ങളെ പ്രകീർത്തിക്കലും സൽക്കർമ്മമാണ്. വഅസല്ലില്ലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. സ്വലാത്ത് കൊണ്ട് അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം അല്ലാഹു അവന് എളുപ്പവും സഫലവും ആക്കി കൊടുക്കും. സ്വലാത്ത് കൊണ്ട് അവൻ ഏതൊരു നല്ല കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം അല്ലാഹു നിറവേറ്റി. വസല്ലില്ലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. അവന്റെ കൊതി അല്ലാഹു തആല നിറവേറ്റി കൊടുക്കും. വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ. ദുനിയാവിന്റെ നീറുന്ന 100 ആയിരം പ്രശ്നങ്ങൾക്ക് സ്വലാത്തിലൂടെ പരിഹാരം കാണാൻ കഴിയുമ്പോൾ ആഖിറത്തിന്റെ ഏറ്റവും വലിയ വിഷമവും ആഖിറ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നവും എല്ലാവരും ഒന്നുപോലെ വിഷമിക്കുന്നതുമായ കാര്യം അവിടെ ഒരു പിടിവള്ളി കിട്ടുക എന്നുള്ളതാണ്. അവിടെ ഒന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അത് ആരാണ്? ആരെ സമീപിച്ചാലാണ് ആഖിറ ലോകത്ത് ഒരു ശുപാർശ കിട്ടുന്നത്? ആ ശുപാർശയ്ക്കു വേണ്ടി ജനങ്ങളെല്ലാം ആ തട്ടവശിച്ച് നിലവിളിച്ച് പരവശരായി കഴിയുന്നതായ മഹ്ശറാ ലോകത്ത് വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ.
മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിയെത്തി ആവലാതിപ്പെട്ട് കരയുന്ന മനുഷ്യനെ അണച്ചുകൂട്ടി സ്വാന്തനപ്പെടുത്തി ആശ്വാസം നൽകി ആ മനുഷ്യന് ശഫാഅത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് സ്വലാത്തിന്റെ അസ്ഹാബിന് കിട്ടുമെന്ന് ആ കൂട്ടരിൽ അല്ലാഹു പറയാക്കട്ടെ. എനിക്ക് ആഖിറത്തിൽ റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് കിട്ടണം, നബിതങ്ങളുടെ ശഫാഅത്ത് എനിക്ക് ആഖിറത്തിൽ കിട്ടണം. ബന്ധങ്ങളെല്ലാം പിരിഞ്ഞു പോകുന്ന ആഖിറോ യൗമ യഫിറുൽ വലദു അൻ വാലിദിഹി. സൽക്കർമ്മയായ വാപ്പ അല്ലെങ്കിൽ ഉമ്മ കർമ്മമില്ലാത്ത മക്കളെ കാണുമ്പോൾ അവർക്ക് വെപ്രാളമാണ്. എന്താ വെപ്രാളം? കർമ്മമില്ലാത്ത മക്കൾ നരകത്തിൽ പോകുമോ എന്നുള്ള വെപ്രാളം അല്ല. ഇനി കർമ്മമുള്ള മക്കൾ, സൽക്കർമ്മികളായ മക്കൾ, നിസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും മര്യാദയ്ക്ക് ജീവിക്കുകയും ചെയ്ത മക്കൾ ആഖിറ ലോകത്ത് ഉമ്മയെ ബാപ്പായും ഒന്ന് കണ്ടുമുട്ടിയാൽ അവർക്കും വെപ്രാളം. എന്താണ് വെപ്രാളം? സൽക്കർമ്മമില്ലാത്ത ഉമ്മയും ബാപ്പയും നരകത്തിലായി പോയല്ലോ എന്നുള്ള ചിന്ത. അതല്ല അവരുടെ വെപ്രാളം. എന്താണ് ഈ വെപ്രാളം? ഉറ്റവരും ഉടയവരും തമ്മിൽ ഓടിമറയുന്ന ദിവസം. മാതാപിതാക്കളും സന്താനങ്ങളും തമ്മിൽ ഓടിമറയുന്ന ദിവസം. എന്തിനാണ് ഈ ഓട്ടം? എന്തിനാണ് ഓടുന്നത്? ഞാൻ ഇവിടെ വാപ്പായെ ബേസ് ചെയ്താൽ, എന്റെ ഉമ്മായെ ബേസ് ചെയ്താൽ, ഉമ്മായും വാപ്പായും പറയും, പൊന്നു മക്കളെ, നിന്റെ നിസ്കാരത്തിന്റെ, നിന്റെ സൽക്കർമ്മത്തിന്റെ, നിന്റെ ഇബാദത്തിന്റെ ഒരു ഓഹരി തളാ പൊന്നു മക്കളെ, നിങ്ങൾ ഞങ്ങൾ പോറ്റി വളർത്തിയില്ലേ എന്ന് അവര് യാചിക്കും. അതിന് നിന്നു കൊടുക്കുന്നില്ല. അങ്ങനെ ഉമ്മായും വാപ്പായും ചോദിച്ചാൽ കൊടുക്കാൻ സൽക്കർമ്മമില്ല. ദുനിയാവിൽ ഉമ്മായും വാപ്പ എന്താ ചോദിച്ചാലും നമ്മൾ കൊടുക്കും. നല്ല മക്കളാണെങ്കിൽ എത്ര കോടി രൂപയാണെങ്കിലും കൊടുക്കും. എന്തെല്ലാം ആധുനിക സംവിധാനമുണ്ട്, എല്ലാം കൊടുക്കും. ഈ പരിപാടി ആഖിറത്തിൽ നടക്കത്തില്ല. വിശുദ്ധ ഖുർആൻ പറയുക. ഇതേ പ്രകാരം തന്നെ സന്താനങ്ങളും മാതാപിതാക്കളും തമ്മിൽ അകൽച്ച, ഭയങ്കര അകൽച്ചയാണ്. ആ ആഖിറ ലോകത്തെ പിന്നെ നമ്മളെ ആരാ രക്ഷിക്കുന്നത്? നമുക്ക് ആശ്വാസം നൽകുന്നത് ആരാണ്? അശ്ശഫാഅത്തു ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇല്ലാ യാ സയ്യിദി ഖൈറൻ നബി. ഓ നബിയേ, അവിടുത്തെ ശഫാഅത്ത് എനിക്ക് കിട്ടണം, അവിടുത്തെ ശഫാഅത്ത് എനിക്ക് നൽകണം. വാഹിലനാ ഇല്ലാ, അവിടുത്തെ ശഫാഅത്ത് നഷ്ടപ്പെട്ടു പോയാൽ എനിക്കുണ്ടാവുന്ന നഷ്ടം പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല, പരിഹാരം കാണാൻ സാധ്യമല്ല. വലിയ നഷ്ടമാണ്. ഈ ശഫാഅത്ത് കിട്ടണമെങ്കിൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ശഫാഅത്ത് ചെയ്യുന്ന ഒരു വിഭാഗം മുസ്ലിമീങ്ങൾ, ഒരു വിഭാഗം മുഅ്മിനീങ്ങൾ, അവർ ആരാണെന്നറിയുമോ? സ്വലാത്തിലൂടെ റസൂലുള്ളാഹിയെ സ്വന്തമാക്കിയവരാ. സ്വലാത്തിലൂടെ അല്ലാഹുവിന്റെ റസൂലിനെ സ്വന്തമാക്കിയവരാണ്. നമ്മൾ മരണപ്പെട്ടു പോകുന്നതിനു മുമ്പ്
സന്തൂക്കിലേക്ക് കയറി കിടക്കാൻ ധൈര്യം കാണിച്ചവരാണ് നമ്മൾ പലരും. മരണം വരട്ടെ, ഞാൻ റെഡിയാണ്, പെട്ടെന്ന് എന്നെ കൊണ്ട് എന്നെ കളിക്കാൻ മതി എന്നൊക്കെ പറയുന്ന വീമ്പിളക്കുന്ന ഒരുതരം മാനസിക അഹങ്കാരികളാണ് നമ്മൾ. മരണത്തിന്റെ യഥാർത്ഥ മുഖം അറിഞ്ഞ് മനസ്സിലാക്കിയ ഓരോറ്റ സ്വാധീനങ്ങൾക്കും ആ വിഷയത്തിൽ ഒരു ധൈര്യം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്കും ഭയാനകമാകുന്നു മരണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മരണം അനുഭവിക്കുന്നത് ഏത് സമയവും എപ്പോഴും എവിടെ വെച്ചുമാകാം. ഏത് സമയവും എപ്പോഴും എവിടെ വെച്ചും ആകാം. പ്രായത്തിനും ആരോഗ്യത്തിനും സാഹചര്യങ്ങൾക്കും ഒന്നും അവിടെ പ്രശ്നം വരുന്നില്ല. ഈ മൈക്കിന്റെ മുമ്പിൽ വെച്ച് എനിക്ക് മരിക്കാം, അള്ളാഹുവിന്റെ ഖളാ ഉണ്ടെങ്കിൽ. ഇരിക്കുന്ന കസേരയിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് മരിക്കാം, അള്ളാഹുവിന്റെ ഖളാ ഉണ്ടെങ്കിൽ. വീട്ടിൽ തിരിച്ചെത്താമെന്നുള്ള ഉറപ്പ് ആർക്കും വേണ്ട. ബലാ തഖൂലന്ന ലിശൈഇൻ ഇന്നീ ഫാഇലുൻ ദാലിക വദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. നാളെ നടക്കുന്നത് മകളെ കല്യാണമാണ്, അല്ലെങ്കിൽ മകന്റെ നിക്കാഹാണ്. പെണ്ണ് കെട്ടുന്ന പുലിയാപ്പിളയ്ക്കും പുലിപെണ്ണിനും നാളെ നടക്കുന്ന പ്രഭാതം പൊട്ടി വരുമ്പോൾ വിടരുമ്പോൾ നടക്കുന്ന കല്യാണത്തിനെ പറ്റി പോലും ഉറപ്പ് പറയാൻ ഈ രാത്രിക്ക് ധൈര്യമില്ല. എന്റെ മകളെ നിക്കാഹ് ഞാൻ നടത്തി കൊടുക്കുമെന്നൊരു വാപ്പായിക്കും വലിയെന്നുള്ളതായ സ്ഥാനം വെച്ച് ധൈര്യം പറയാൻ ഉറപ്പില്ല. കാരണം ഇല്ലാ അൻ യശാ അല്ലാഹ്. അല്ലാഹു വേണ്ടി കവിച്ചാൽ, അല്ലാഹുവിന്റെ മശീയത്ത് വന്നാൽ, ഇവിടെയാണ് നമ്മുടെ ജീവിതം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. അപ്പോൾ നാം ഏത് സമയവും ഏത് ഭൂമിയിൽ വെച്ചും എപ്പോഴും മരിക്കാനുള്ളവരാണ് എന്നുള്ള പരമയാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിക്കണം. അത് ഒന്നാമത്തെ വസിയത്താണ് ഈ മജ്‌ലിസിൽ. മരണചിന്ത നമുക്ക് അത്യാവശ്യമാണ്. ആഖിറ ലോകത്തിനെ പറ്റി നമ്മെ ചിന്തിപ്പിക്കുന്നതും ആഖിറ ലോകത്തിനു വേണ്ടി നമ്മെ ഒരുക്കി നിർത്തുന്നതും മരിക്കുന്നതായ ചിന്തയാണ്. എങ്കിലേ നമ്മൾ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കുകയുള്ളൂ.